സംഗതി ലൈവാണ് ബൈ, വേഗം വന്നോ. കുട്ടികളിലേക്ക് എത്തുന്നു. അത് ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി. അതിനു മുമ്പ് ഈ കഞ്ചാവും മദ്യവും ഒക്കെ ബാധിച്ചിരുന്നത് ഒരു ഘട്ടം വരെ എനിക്ക് തോന്നുന്ന വയസ്സന്മാരായിരുന്നു. അതുകൊണ്ട് നമുക്കൊരാശ്വാസം ഉണ്ടായിരുന്നു, ഇത് വേറൊരു തീർന്നു പോകുന്നൊരു തലമുറയാണെന്നുള്ളത്. ഇനി വളരാനിരിക്കുന്ന ഈ നാടിൻ്റെ പ്രതീക്ഷയായ തലമുറയിലേക്ക് ഇത് ബാധിക്കുമ്പോഴാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നമ്മുടെ പാഠ്യപദ്ധതിയെ ഈ പഠിക്കാനുള്ള അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കാര്യങ്ങളിൽ നിന്നും മാറ്റി മറ്റു ചില മേഖലകളിലോട് തിരിക്കണം. ഒരുപാടുണ്ടല്ലോ. LDF വരും, എല്ലാം ശരിയാകും. കുറച്ചു മുമ്പ് നടത്തിയ ഒരു ജപ്പാൻ യാത്രയിലുണ്ടായി. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്, ജപ്പാൻ പല കാര്യങ്ങളിലും നമ്മളെക്കാൾ വളരെ മുന്നിലാണ്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? അപ്പോൾ ടെക്നോളജിയുടെ അങ്ങേയറ്റം എന്നുള്ളതല്ല ഒരു നാടിൻ്റെ വിജയം, മനുഷ്യത്വത്തിൻ്റെ അങ്ങേയറ്റം എന്നുള്ളതാണെന്ന്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രായോഗിക ബുദ്ധിയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയെന്നുള്ള ബോധം ലോകത്ത് പലയിടത്തും ഇതുപോലെ നിരന്തരമായി വർഷം തോറും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന രാജ്യങ്ങളുണ്ടല്ലോ, വികസിത നാടുകൾ. എന്തിനാ അമേരിക്കയുടെ ഫ്ലോറിഡ സ്റ്റേറ്റിലേക്ക് എനിക്ക് തോന്നുന്നു 1-2 വർഷങ്ങളിൽ ചുഴലിക്കൊടുങ്കാറ്റുകൾ അടിച്ചു കയറുന്നുണ്ട്. എത്രയോ ആളുകൾ കത്രീന, കാട്ടുതീയ്, വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. അതുകൊണ്ട് തന്നെ അവിടുത്തെ ടൂറിസം ഇല്ലാതായി പോകുന്നില്ല, അവിടുത്തെ മനുഷ്യർ പ്രതിസന്ധിയിലാവുന്നില്ല. അവർ വർദ്ധിച്ച ഊർജ്ജത്തോടെ വീണ്ടും അതിനെ പുനഃസൃഷ്ടിച്ച് അവിടെ വരികയാണ്, അവിടേക്ക് വീണ്ടും വളരുകയാണ്. എന്തിനേറെ ടൂറിസം പോലും ആ നാടുകളിൽ അടുത്ത വർഷം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ നാണം കരുത്തല്ലോ. ഈ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ ടൂറിസം തകരുന്നു, അല്ലെങ്കിൽ അവിടെ ഇനി മനുഷ്യർ ഭയപ്പെട്ടിട്ട് വരില്ല എന്ന് പറയുന്നത് തെറ്റായ ഒരു നിഗമനമാണ്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയതാ. ലോകത്ത് ഏറ്റവും ദുരന്തമുണ്ടായ സ്ഥലങ്ങളാണ് ടൂറിസത്തിൽ പിന്നീട് ഏറ്റവും വളർന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായി. വിഷ്ണു നാണം കെടുത്തരുത്. പല നാടുകളിലും ഡിസാസ്റ്റർ ടൂറിസം എന്ന് നമ്മൾ പറയുമെങ്കിലും അതല്ല. നോക്കൂ, ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ചെല്ലുന്നത് ഹിരോഷിമയാണ്. യുക്രൈനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ചെല്ലുന്നത് ചെർണോബിലാണ്. ഞാൻ ആ ചെർണോബിൽ പോയി സന്ദർശിച്ചിട്ടുള്ള, ചെർണോബിൽ ദുരന്തമുണ്ടായ ആണവ റിയാക്ടർ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് പോകുന്നത്. വേണ്ട സർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറൻ തന്നെ മറുപടി പറയാൻ പോകുന്നത്. ഒരുപക്ഷെ ഈ ടൗൺഷിപ്പ് വന്നു കഴിയുമ്പോൾ ഈ ടൗൺഷിപ്പും അതാണ് ഞാൻ പറയാൻ വന്ന കാര്യം. ഈ ടൗൺഷിപ്പിനെ നമ്മൾ 25 വർഷം കഴിഞ്ഞുള്ള കേരളത്തിൻ്റെ ഒരു മാതൃകയായിട്ട് പ്ലാൻ ചെയ്യണം. കേരളം എങ്ങനെയായിരിക്കണം, വികസിത കേരളം എങ്ങനെയായിരിക്കണം ജീവിക്കുന്നതെന്ന് കാണിക്കണം. കെട്ടിടങ്ങൾ മാത്രമല്ല, അവിടുത്തെ ദിനചര്യകൾ, അവിടുത്തെ തൊഴിൽ, അവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം, അവിടുത്തെ സാംസ്കാരിക അന്തരീക്ഷം, ആ ഒരു ടൗൺഷിപ്പിനെ ഭാവി കേരളത്തിൻ്റെ ഒരു മാതൃകാ പ്രദേശമാക്കി മാറ്റുകയും മറ്റ് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അവിടെ വന്ന് പഠിച്ചിട്ട് സ്വന്തം നാട്ടിൽ അതുകൊണ്ടൊന്ന് അനുകരിക്കുകയും ചെയ്യുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ പ്രദേശമായിട്ട് തന്നെ നമുക്ക് മാറ്റണം. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.